Hi friends, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി PC ബേസ്ഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചാൽ അത് മറ്റാരും കാണാതെ ഹൈഡ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ പാസ്വേഡ് ഇട്ട് സെക്യൂർ ആക്കി വെക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കനും ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരെന്ന് വെച്ചാൽ ആൻവി ഫോൾഡർ ലോക്കർ എന്നാണ്. അപ്പോൾ ഇത് ഗൂഗിളിൽ ലഭിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ആൻവി ഫോൾഡർ ലോക്കർ ഫോർ PC ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് അവിടെ വരുന്നതാണ്. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റിലെ ഒരു മാസ്റ്റർ പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ് അവർ ചോദിക്കുന്നത്. അതായത് നമ്മൾ ഒരിക്കലും മറക്കാതെ ഒരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ രീതിയിലായിട്ടുള്ളൊരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്യുകയാണ്. ഈ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറിൽ നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും ഈ മാസ്റ്റർ പാസ്വേഡ് അവർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ പാസ്വേഡ് മറക്കരുത്. അതോടൊപ്പം തന്നെ ഇത് ബാക്കപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഇമെയിൽ ID കൂടി അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇമെയിൽ ID കൂടി ഒന്ന് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന OK എന്നുള്ള ബട്ടൺ ഞെക്കുക. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ആ സോഫ്റ്റ്വെയറിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ഹോം, അതേപോലെ സെറ്റിങ്സ്, അതിനൊക്കെ ടൂൾ ബോക്സ് എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സെറ്റിങ്സ് കയറിയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ മാസ്റ്റർ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഇൻറ്റൻസിറ്റി കൂട്ടാം, അതുപോലെ തന്നെ കുറയ്ക്കാം. പക്ഷേ നമുക്കിതൊന്നും അല്ല ആവശ്യം. നമുക്ക് എങ്ങനെ ഒരു ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്ത് സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലെ ഒരു ഫോൾഡർ ഇവിടെ ലോക്ക് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ലോക്ക് ചെയ്യാനായിട്ട് ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ ഉള്ള ഒരു മൂവീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോൾഡർ കാണാം. ഇത് അൺലോക്കഡ് ഫോൾഡറാണ്. അതായത് ഞാൻ ഈ ഫോൾഡറിന് ഒരു ലോക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ സോഫ്റ്റ്വെയറിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എടുത്തതിന് ശേഷം മുകളിലായിട്ട് ആഡ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ഫോൾഡറാണോ ലോക്ക് ചെയ്യേണ്ടത്, അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ച മൂവീസ് എന്നുള്ള ഫോൾഡർ കണ്ടുപിടിക്കുക. അതിനുശേഷം ഞാൻ അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്, അതായത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസോ അല്ലെങ്കിൽ ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻസ് നമ്മുടെ അടുത്ത് ചൂസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതായത് ഡെഫോൾട്ട് പാസ്വേഡ്, യൂസ് ദ മാസ്റ്റർ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും അതിൻ്റെ കൂടെ തന്നെ കസ്റ്റം പാസ്വേഡ്, കേസ് സെൻസിറ്റീവ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും നമുക്ക് ഇവിടെ കാണാം. ഈ രണ്ട് ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ ചോദിക്കുന്നത് നമ്മൾ ഈ ആപ്പിലോട്ട് എൻ്റർ ആയപ്പോൾ നമ്മളൊരു മാസ്റ്റർ പാസ്വേഡ് കൊടുത്തല്ലോ, ആ പാസ്വേഡ് ചൂസ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ കസ്റ്റം പാസ്വേഡ്, അതായത് നമുക്ക് ഒരു ഇഷ്ടമുള്ള പാസ്വേഡ് ഈ ഫോൾഡർ നമ്മൾ നൽകിയാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായ കസ്റ്റം പാസ്വേഡ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ചെറിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു, കൺഫേം പാസ്വേഡും കൊടുക്കുന്നു. അതിനുശേഷം OK എന്നുള്ളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കാണാം 1 item ഈസ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ് മുകളിലൊരു ഗ്രീൻ വിൻഡോയിൽ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ലോക്ക് ചെയ്ത ഫോൾഡർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫോൾഡറാണ് ലോക്ക് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ആപ്ലിക്കേഷൻ വെച്ച് ഇത് പൂർണ്ണമായിട്ടും ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ സോഫ്റ്റ്വെയർ കൊടുത്ത പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്ത് OK അടിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ, ഇത് പൂർണ്ണമായിട്ടും ലോക്ക്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളറിയാതെ മറ്റാർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് മാത്രമല്ല, കുറേ ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈഡ് ബാർ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം, ഒരുപാട് ഓപ്ഷൻസ് കാണാം. അവിടെ ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, റീഡ് ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, ഹൈഡ് ആൻഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് ഫോൾഡർ ഒന്ന് ഹൈഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ടാബിൽ അങ്ങനെ ഒരു മൂവീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത് ഹൈഡായി പോയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെടുന്നു കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.